നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനിർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനം സൂക്ഷിപ്പാൻ കർത്താവ് തന്ന സമയത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം ആദ്യം വായിക്കുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നെന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ ഗെത്സമനാത്തോട്ടത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് വന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ കാണുന്ന സംഭവങ്ങൾക്ക് ശേഷം പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഗെത്സമനാത്തോട്ടത്തിൽ വന്നു. അവിടെ വന്ന് അവരോട് പറഞ്ഞു, 38-ാം വാക്യം ഞാൻ വായിക്കാം. എൻ്റെ ഉള്ളം 37 മുതൽ അല്ലെങ്കിൽ 36-ാം വാക്യം മുതൽ വായിക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദീപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് എന്ന് കവിണ് വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടി ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഏതാണ്ട് ശുശ്രൂഷയുടെ അന്ത്യമണിക്കൂറിൽ തൊട്ട് അല്പസമയത്തിനുള്ളിൽ കർത്താവ് യൂദായും മറ്റാളുകളും വന്ന് കർത്താവിനെ യൂദാ കാണിച്ചു കൊടുക്കുന്നു, മറ്റുള്ളവർ പിടിക്കുന്നു. അതിന് തൊട്ട് മുൻപ് നടന്നൊരു സംഭവമാണിത്. ഏറ്റവും നിർണായകമായ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ്. 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്ന 11 പേരും 12 അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നെങ്കിലും അവരിൽ സെലക്റ്റഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പത്രോസും യാക്കോബും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. അവരോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർത്ത് എന്നോടുകൂടെ ഉണർന്നിരിക്കണം. രാത്രി ഉറങ്ങേണ്ട സമയമൊന്നും ആയിട്ടില്ല, പ്രാർത്ഥിക്കണം. കാരണം അത്ര അർദ്ധരാത്രി ആയിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേച്ച് താൻ അല്പം മുൻപോട്ട് പോയി അവിടുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഉറങ്ങുകയാണ്. അപ്പോഴാണ് പത്രോസിനോട് ചോദിച്ചത്, എന്നോട് കൂടെ, ആ ചോദ്യം ശ്രദ്ധിക്കണം, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അത് 2-ാം പ്രാവശ്യവും കർത്താവ് ചോദിക്കുന്നുണ്ട്. 2-ാം പ്രാവശ്യം വന്നു, അപ്പോഴും ഉറക്കമാണ്, തിരിച്ചുപോയി. 3-ാം പ്രാവശ്യം വന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ സംഭവം? ആരോടാണിത് പറഞ്ഞത്? യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരുണ്ടായിരുന്നെങ്കിലും നമുക്ക് ശരിക്കും, അല്ലെങ്കിൽ 12 ശിഷ്യന്മാർ അനവധി ഉണ്ടായിരുന്നു. അതിൽ 12 അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തു. അവരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണേൽ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. യൂദ ഒരു കൂട്ടത്തിൽ, പിന്നുള്ളത് 3 പേര് സെബെദീപുത്രന്മാർ, പത്രോസും യാക്കോബും യോഹന്നാനും. പത്രോസ് ഒരു വശത്ത്, യാക്കോബ് യോഹന്നാൻ സെബെദയിയുടെ പുത്രന്മാർ. അപ്പോൾ അങ്ങനെ 3 പേർ, അവരെ ഒരു ഗ്രൂപ്പ്. പിന്നെ
മറ്റുള്ള ബാക്കിയുള്ളവർ ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. കാരണം കർത്താവിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾക്കെല്ലാം എപ്പോഴും ഇവർ 3 പേരും കർത്താവിനോട് കൂടെ കാണും. സഹോദരന്മാരും പത്രോസും, സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും പത്രോസും. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഏത് കാര്യത്തിനും കൂടെ ഉണ്ട്. മറുമലയിലായാലും പിന്നെ ഇവിടെ യായിറോസിൻ്റെ വീട്ടിലായാലും കർത്താവ് പോകുന്നിടത്തൊക്കെ നെല്ല് പോലെ അവൻ്റെ കൂടെ ഉണ്ടായി. മാത്രമല്ല ഇവർ ഗത്സമനയിലും അവരെ തിരഞ്ഞെടുത്ത് അവരെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ഇന്നർ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് അവിടെ പോയത്. അവരോട് പറഞ്ഞു, എൻ്റെ ഉള്ളം മരണവേദന പ്രാണവേദന പോലെ ദുഃഖത്തിലാണ്, അങ്ങേറ്റം ദുഃഖത്തിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ പാർത്ത് എന്നോട് ഉണർന്നിരിക്കണം. മർക്കോസിലും ലൂക്കോസിലും ഒക്കെ നമുക്ക് ഈ രംഗം കാണാം. എൻ്റെ കൂടെ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ താൻ തനിച്ചു പോയെന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ വേറെ ഉറങ്ങുക. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, എന്നോടുകൂടെ ഒരു നാഴിക പോലും അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം പോലും ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? വാസ്തവം പറഞ്ഞാൽ ആരാണ് അവർ? അവരെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അവർ ചിലപ്പോൾ ആ അനുഭവങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളെയൊക്കെ അക്കൂട്ടത്തിൽ കണ്ടെന്നിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മണിക്കൂർ അല്പസമയത്തിൽ പിടിക്കപ്പെടാം. അതിന് മുൻപ് കർത്താവിനെ ക്രൂശീകരണത്തിൽ നിന്ന് അങ്ങോട്ട് അടുക്കാതിരിക്കാൻ പിശാച് അവസാനവട്ടം ശ്രമിക്കുകയാണ്. കർത്താവ് അവസാനമായി അല്ലെങ്കിൽ ക്രൂശിന് മുൻപുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് കർത്താവ്. അതിന് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. ഇവരാരാണ്? ആരോടാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞത്? അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. കർത്താവായ യേശുവിൻ്റെ ഈ പത്രോസും യാക്കോബും യോഹന്നാനും ആരാണ്? നാട്ടിലെ പ്രമാണികളായിരുന്നോ? നാട്ടിലെ വലിയ കുടുംബങ്ങളിൽപ്പെട്ട ധനാഢ്യ കുടുംബങ്ങളിൽപ്പെട്ട സമൂഹം അറിയുന്ന വ്യക്തികളായിരുന്നുവോ? ഇവരാരാണ്? ചില കാര്യങ്ങൾ അക്കമിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഒന്ന്, പത്രോസിനെ കുറിച്ച് പിന്നീട് കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ന്യായാധിപതി അപ്പോസ്തലരുടെ പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യൻ. പത്രോസിനെയും യോഹന്നാനെയും ധൈര്യം കണ്ട് മറ്റുള്ളവർ പറഞ്ഞതാണ്. അപ്പോൾ സാമാന്യരായ സാധാരണ മനുഷ്യർ, അതും ഗലീലക്കാർ, ഗലീലയിൽ നിന്ന് ഒരു നന്മയും വരികയില്ലെന്ന് പറയുന്ന ആ സാഹചര്യം. അപ്പോൾ അറിയപ്പെടാത്ത മനുഷ്യർ, ആരും അറിയുന്നവരല്ല, മീൻ പിടിച്ച് നടക്കുന്ന മനുഷ്യർ. എന്നാൽ ഇപ്പം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും നമ്മൾ കാണുന്നത് കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയിൽ അവനോടടുത്ത് സമൂഹത്തിൽ മാന്യമായ സ്ഥാനത്തേക്ക് അവർ ഉയർത്തപ്പെട്ടത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, യായിറോസിനെ വീട്ടിൽ പോയപ്പോഴും ഇവർ 3 പേരും ഉണ്ട്. പിന്നെ മറുമലയിൽ പോയപ്പോഴും ഇവർ 3 പേരും ഉണ്ട്. ഇവിടെ ഗത്സമന തോട്ടത്തിലും അവരെ 3 പേരെയും കാണാം. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലെ അതിപ്രധാന രംഗങ്ങളിലെല്ലാം ഭാഗഭാക്കുകളായിരുന്നവരാണ് അവർ. മാത്രമല്ല, സ്വാഭാവികമായിട്ട് ഒരു VIP-യുടെ കൂടെ നടക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾക്കും സമൂഹത്തിൽ ശ്രദ്ധ കിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് യേശുവിനോട് കൂടെ ആയിരുന്നപ്പോൾ അവർക്ക് കർത്താവായ യേശുവിൽ കൂടെ ലഭിച്ചതല്ലാതെ വേറെ ഒന്നുമില്ല. അവരുടെ സ്ഥാനവും അവരുടെ പേരും അവരുടെ പദവിയും എല്ലാം. ഞാൻ ആദ്യമേ പറഞ്ഞത്, റെപ്യൂട്ടേഷൻ, ഉയർന്ന റേസ് ടു റെപ്യൂട്ടേഷൻ, ഒരു റെപ്യൂട്ടേഷൻ കിട്ടുന്ന, മേൽലാസം കിട്ടുന്ന അവസ്ഥയിൽ പത്രോസിനെയും യാക്കോബിനെയും
യോഹന്നാനെയും ഒക്കെ യേശു ക്രിസ്തു കൊണ്ടുവന്നത്. യേശുവിനോട് നടന്നത് മാത്രമാണ് അവരുടെ മേൽവിലാസം. പത്രോസ് മൈനസ് ജീസസ് 0, അല്ലെങ്കിൽ പത്രോസിൽ നിന്ന് കർത്താവായ യേശുവിനെ മാറ്റിയ 0. ഇത്രയേ ഉള്ളൂ. യാക്കോബിൽ നിന്ന് കർത്താവായ യേശുവിനെ മാറ്റിയാൽ യാക്കോബ് 0. അപ്പോൾ അവൻ ജീവിതത്തിന് എന്തെങ്കിലും വില കിട്ടിയത്, അർത്ഥം കിട്ടിയത് കർത്താവായ യേശുവിൽ കൂടെ മാത്രം. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പ്രധാന സംഭവങ്ങളിലും ഇവർക്ക് 3 പേർക്കുമേ ഭാഗഭാക്കാകാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെക്കാൾ പ്രാമാണ്യം പ്രധാനം അവർക്ക് കിട്ടി. മാത്രമല്ല മറ്റുള്ളവർ മറ്റു മനുഷ്യർ ശ്രദ്ധിക്കാനും കാരണമായി യേശുവിനോട് കൂടെ. അപ്പോൾ സമൂഹത്തിൽ കർത്താവായ യേശുവിൻ്റെ അടുത്ത സർക്കിളിൽ യേശു പോകുന്നിടത്തൊക്കെ അവനോടുകൂടെ പോകാൻ നല്ല അവസരം കിട്ടിയ മനുഷ്യരാണ് അവർ. 3.5 വർഷം അവർ അനുഭവിച്ചു. അവൻ്റെ പ്രസിദ്ധിയിൽ അവർക്കും പങ്കുണ്ട്. മറ്റു വാക്കുകൾ പറഞ്ഞ യേശുവിനാൽ ഉയർത്തപ്പെട്ട, അംഗീകാരം ലഭിക്കപ്പെട്ട, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കപ്പെട്ട മനുഷ്യർ. അവരോടാണ് കർത്താവ് ചോദിച്ചത്, 1 നാഴിക നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് മനസ്സിലായോ? മാത്രമല്ല വേറൊരു കാര്യം കൂടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് യേശുവരോട് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായം അവരെ യേശുവിനെ അറിയിച്ചു. ഉടനെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് പറഞ്ഞു, മറിയോനെ ശിമോനെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് മത്തായി സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട്, ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവത്രയും നിനക്ക് വെളിപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ കർത്താവായ യേശു ദൈവപുത്രനാണ്. സാക്ഷാൽ ദൈവപുത്രനായ യേശുവാണ് ദൈവപുത്രനായി വന്നത് എന്ന് ഉള്ള വെളിപ്പാട് പ്രാപിച്ച വ്യക്തികൾ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച വ്യക്തികളാണ് അവർ 3 പേരും. യേശുവിനാൽ സമൂഹത്തിൽ ഉയർത്തപ്പെട്ടവർ മാത്രമല്ല, യേശുവാണ് ദൈവപുത്രൻ, വരുവാനുള്ള മശിഹ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ അവിടെ കാണാം, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അവനെക്കുറിച്ച് എന്ന് യേശുവിനെ കുറിച്ച് അന്ത്രയാസ് സാക്ഷ്യം പറഞ്ഞ് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്തിനു പറയുന്നു? ആ സംഭവം നമുക്ക് യോഹന്നാൻ 1-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ യേശു വരുവാനുള്ള മശിഹയാണ്, ദൈവപുത്രനാണ്. തങ്ങൾക്ക് ദൈവപുത്രൻ്റെ കൂടെ നടക്കുന്നവരാണ്. അവനാണ് ഈ ദൈവപുത്രനെന്ന് സംശയലേശമില്ലാത്ത വെളിപ്പാട് പ്രാപിച്ചവരാണവർ. അവരോടാണ് പറഞ്ഞത്, നിനക്ക് 1 നാഴികയെങ്കിലും 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂട്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്നിരിക്കാൻ മനസ്സിലെയോ? മറ്റു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ഹൃദയവേദന പങ്കുവെക്കാൻ, എൻ്റെ സാഹചര്യം മനസ്സിലാക്കി, ഇപ്പം സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ നിനക്ക് മനസ്സിലെയോ കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുന്നത് സന്തോഷത്തോടല്ല, ദുഃഖത്തോടെയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നത്, നിങ്ങളുടെ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനോ എന്ന് പറഞ്ഞിട്ട് അവർ കർത്താവിനോട് പറഞ്ഞായിരുന്നു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയത്തില്ല. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ തള്ളി പറയില്ല എന്ത് പറഞ്ഞ, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ മരിക്കാൻ പോലും തയ്യാറായവർ. അവരോടാണ് കർത്താവ് ചോദിച്ചത്. 10 ദിവസം ഒന്ന് കടത്തി പറഞ്ഞു, എല്ലാവരും പോയാലും ഞാൻ പോകില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. അപ്പോഴാ പറഞ്ഞേ, കോഴി 2 വട്ടം കൂന്നതിന് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്നു. ഒരിക്കലും ഇല്ലെന്ന് അവൻ തർക്കിച്ചു. ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവായസിൽ കൂടെ ലഭിച്ച ഉയർച്ചയെ അവർക്കുള്ളൂ, അംഗീകാരമേ അവർക്കുള്ളൂ. മാത്രമല്ല കർത്താവായ യേശുവാണ് ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാട് പ്രാപിച്ചവർ. മാത്രമല്ല യേശുവിനോട് മരിക്കാനും തയ്യാർ. പലരും അങ്ങനെയൊക്കെ പറയുന്ന ഭാഷകൾ നാം കാണാറുണ്ടല്ലോ. മരിക്കാൻ തയ്യാർ, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാർ. പക്ഷേ യാഥാർത്ഥ്യമോ? പോട്ടെ, അടുത്ത നോക്കിയാൽ വേറൊരു പ്രധാന കാര്യങ്ങളുണ്ട്.
കർത്താവായേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മറുവമലയിൽ മോശയും എലിയാവും ഇറങ്ങി വന്ന കർത്താവിനോട് യേശു രൂപാന്തരപ്പെട്ട് ആ നിലയ്ക്ക് സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ച് അവൻ്റെ വസ്ത്രം ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത നിലയിൽ വെണ്മയായപ്പോൾ അതിൻ്റെ ദൃക്സാക്ഷികളാണ് ഇവർ 3 പേരും. അന്ന് വേറെ 3 പേരുമുണ്ട്. അതിൻ്റെ പറഞ്ഞല്ലോ ദൃക്സാക്ഷികൾ. പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അപ്പോൾ യേശു സംശയലേശവനെ യേശു മറുവപ്പോൾ അവൻ്റെ മഹത്വം ഉള്ളവണ്ണം കണ്ട ആളുകളാണ് അവർ. അവരോടാണ് ചോദിക്കുന്നത്, ഒരു നാഴിക എന്നോട് ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഏറ്റവും നിർണായകമായ സമയത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത്, ജീവൻ മരണ പോരാട്ടത്തിൽ കർത്താവിനോട് ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല, ഉറങ്ങുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണം, അതെത്ര ദുഃഖകരമാണ്. വേറെ കാര്യം കൊണ്ട് അത് മാത്രമല്ല, കർത്താവ് ശുശ്രൂഷ മധ്യേ ആദ്യം 12 പേരെ അയച്ചു ഇരുന്നായിട്ട്, പിന്നീട് 70 പേരെ അയച്ചു. ഈ 12 പേരെ അയച്ചവരിൽ ഇവരും ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ്. അവൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതവും വീര്യപ്രവർത്തിയും എല്ലാം ചെയ്തവർ. പിശാച് എന്ന് പറഞ്ഞാൽ അന്നേരത്ത് പോവും. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം. ഇത് കർത്താവ് ഉയർത്തുന്നതിന് ശേഷമല്ല, കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ അയച്ചു. അവർ പോയി ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ചുരുക്കി പറഞ്ഞാൽ, മീൻ പിടിച്ചുകൊണ്ട് നടന്നവൻ ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്നു. അവൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകുന്നു, അവൻ കൈവച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. എത്ര വലിയ അത്ഭുതം! വൈദ്യന്മാർക്ക് കഴിയാത്തത് അവർ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മനുഷ്യർ അവരാണിപ്പോൾ കുത്തിയിരുന്ന് ഉറങ്ങുന്നത്. അതിൻ്റെ ഗൗരവം നാം ചിന്തിക്കുമ്പോൾ, ഉൾക്കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കർത്താവായേശു ചെയ്ത സകല വീര്യപ്രവർത്തികളുടെയും സാക്ഷികൾ, അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളികൾ. യായിറോസിനെ വീട്ടിൽ പോയപ്പോഴും അവർ 3 ഉണ്ടല്ലോ. ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോഴും ഇവരുണ്ടല്ലോ. മറ്റ് എല്ലാ അത്ഭുതങ്ങളിലും ഈ 3 പേരുണ്ടല്ലോ. അപ്പോൾ കർത്താവായേശു ചെയ്ത സകല വീര്യപ്രവർത്തികളിലും അത്ഭുത പ്രവർത്തിക്കും സാക്ഷികളായി നിന്നവർ ഒരു കാലത്ത്, അതായത് ഒരു കാലത്ത് ഇതൊക്കെ ചെയ്യുന്നതിന് സാക്ഷികളായി, ഈ ദൈവനാമം മഹത്വപ്പെടുത്തുന്നവനായി. ഒരിക്കൽ സുവിശേഷങ്ങളുണ്ടല്ലോ, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടുവെന്ന് ജനം പറയുമ്പോൾ ആ അപൂർവ കാര്യങ്ങളുടെ സാക്ഷികളായി ഇവരും കൂടെ ഉണ്ടല്ലോ. യേശുവിൻ്റെ സന്തത സഹചാരികളായിരുന്നല്ലോ. അപ്പോൾ അപൂർവ കാര്യങ്ങൾക്ക്, അത്ഭുത പ്രവർത്തിക്ക് 12 വർഷം രക്തസ്രാവക്കാരി എന്ന സ്ത്രീ സൗഖ്യമായപ്പോൾ ഇവരുണ്ടല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഇവരും കൂടെ ഉണ്ടല്ലോ. ചെറിയ കാര്യമാണോ? 7 അപ്പം കൊണ്ട് 4000-ലധികം പേരെ പോഷിപ്പിച്ചപ്പോൾ ഇവരെന്നെ സാക്ഷികളാണല്ലോ. അത് ഞാൻ പറഞ്ഞത്, ഇവർ സാക്ഷികളാണല്ലോ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അവൻ നാറ്റം വമിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇവരും എൻ്റെ ദൃക്സാക്ഷികളാണല്ലോ. ദൈവമഹത്വം വെളിപ്പെടുത്തക്ക രീതിയിൽ കർത്താവായേശു ചെയ്ത എല്ലാത്തിനും ഇവർ സാക്ഷികളാണ്. മാത്രമല്ല, അവനിൽ നിന്ന് പുറപ്പെട്ട
ജീവന്റെ വചനങ്ങൾ. അവർ തന്നെ പറഞ്ഞില്ലേ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്ന വചനങ്ങൾ യേശുവിൽ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയവർ, അവൻ്റെ വീര്യപ്രവർത്തികൾക്ക് മാത്രമല്ല, അവൻ നിത്യജീവന്റെ വചനങ്ങളെക്കുറിച്ചും ശരിയായ പ്രബോധനം ഉപദേശം പ്രാപിച്ചവർ, അത് രുചിച്ചറിഞ്ഞവർ, അവരോടാണ് പറഞ്ഞത്, ഒരു നാഴിക നേരം എന്നോട് ഉണരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? മാത്രമല്ല, യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കരുതലും യേശുവിൻ്റെ ശക്തിയും അനുഭവിച്ചറിഞ്ഞവർ. എന്നാ ഒന്നുകൂടെ ഞാൻ പറയുന്നു, കർത്താവായേശുവിൻ്റെ സ്നേഹവും കർത്താവായേശുവിൻ്റെ ശക്തിയും അവിടുത്തെ കരുതലും അനുഭവിച്ചറിഞ്ഞവർ, അവരാണ് നിർണായക സമയത്ത് ഗെത്സമനത്തോട്ടത്തിൽ നിന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അവരോടാണ് പറഞ്ഞത്, ഉണർന്നിരിപ്പിൻ, നിങ്ങൾ ഉണർന്നിരിക്കാൻ നിനക്ക് മനസ്സിലായോ? എന്നിട്ട് അവരോട് ചോദ്യം ചോദിച്ചു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നവരോട് പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ അവർക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് തന്നെ ഒരു 2-3 കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറഞ്ഞോട്ടെ. ഉണർന്നിരുന്നാൽ ഉള്ള ഗുണമെന്താ? ഉണർന്നിരിക്കുന്നതിന് മാത്രമേ ചില കാര്യങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ. ഒന്ന്, ശത്രുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ ഉണർന്നിരിക്കുന്നവനെ കഴിയത്തുള്ളൂ. ഗെത്സമനയിൽ എന്താണ് നടക്കുന്നതെന്ന്, നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം അവരുറങ്ങുക, അവർക്ക് തിരിച്ചറിവില്ല. ഇപ്പോൾ ഉറങ്ങുന്നവന് സാധിക്കത്തില്ലല്ലോ. മാത്രമല്ല, ഉണർന്നിരിക്കുന്നതിന് മാത്രമേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഉറങ്ങിപ്പോയാലൊന്നും കഴിയത്തില്ല. അവൻ ബലഹീനാണ്. ജീവൻ മരണ പോരാട്ടത്തിൽ എന്നോടുകൂടെ പോരാടുവീൻ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ, അതും ഇന്നർ സർക്കിളിലുള്ളവരെ കൊണ്ടുവന്നിരിക്കെ ആ സർക്കിളിലുള്ളവർക്ക് ഒന്നും കഴിഞ്ഞില്ല. അവർ ഉറങ്ങുക. ഇപ്പോൾ ശത്രുവിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന വലിയ അപകടത്തെ അതിനൊന്നും ചെയ്യാൻ അവർ കഴിഞ്ഞ, തടുക്കാനോ ഒന്നും അവർ കഴിഞ്ഞില്ല. മാത്രമല്ല, വേറെ കാര്യം കൊണ്ടുള്ളത്, അന്ധകാരത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതെന്ന് ഉറങ്ങുന്നവന് മനസ്സിലാകത്തില്ല. ഇവിടെ പാർത്ത് ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ, 38-ാം വാക്യത്തിൽ എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ചതാണ്, ശത്രുവിൻ്റെ സാന്നിധ്യം അവന് തിരിച്ചറിയാം ഉണർന്നിരുന്നാൽ. മാത്രമല്ല, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാം. അപ്പോൾ ചോദിക്കും, ഇത് സംഭവിക്കില്ലേ? തീർച്ചയായിട്ടും സംഭവിക്കേണ്ടത് സംഭവിക്കും. അവിടെ പരാജയപ്പെട്ടത് കർത്താവ് 3.5 കൊല്ലം കൊണ്ട് നടന്ന് പഠിപ്പിച്ചത് ഒന്നും പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത ശിഷ്യന്മാരാണ്. കാര്യം, അവർ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴാണ് ആൾക്കൂട്ടമൊക്കെ വരുന്നത്. ഉടനെ 10 ദിവസം ഒരു വാളെടുത്തോളം ഒറ്റവെട്ട് പിറ്റേന്നാ ചോന് വെട്ടുണ്ടായോ, ഒരുത്തൻ്റെ കാതിലാവുണ്ടേ. മൽക്കോസ് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവിയിൽ അവൻ തന്നെ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ വന്ന ആളുകളുടെ മുൻപിൽ യേശു അതുവരെ എന്ത് പഠിപ്പിച്ചോ അതിന് വിരുദ്ധമായി പെരുമാറുന്ന രീതിയിൽ പത്രോസായി. ഒടുവിൽ കർത്താവ് ആ വന്ന ആളുകളെ നിർത്തി, ഇത്രയ്ക്ക് വിടുവീൻ, അല്പം ക്ഷമിക്കുമെന്ന് പറഞ്ഞേച്ച് മൽക്കോസിനെ സൗഖ്യമാക്കി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. യൂദയേക്കാൾ യേശുവിനെ ഊറ്റിക്കൊടുത്തത് ഇവനാണ്, പത്രോസാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു കന്നെ തടിക്കുന്നതിനും മറ്റേതും കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പഠിപ്പിച്ച കർത്താവിനെ, ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യനും മതിയെന്ന് കൊണ്ടുനടന്ന് പഠിപ്പിച്ച കർത്താവിനെ ഒരു ആപൽ ഘട്ടത്തിൽ
അവന് അത് കർത്താവ് പഠിപ്പിച്ചത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ല. എത്ര ദുഃഖകരമാണ്. കാര്യം അവൻ പരീക്ഷൻ്റെ കയ്യിൽ അകപ്പെട്ടു. അപ്പോൾ അന്ധകാരത്തിൻ്റെ വ്യാപാരം എത്ര ഭയങ്കരമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ ഉണർന്നിരുന്നേ പറ്റത്തുള്ളൂ. അവനത് കഴിഞ്ഞില്ല. ഇന്നത്തെ അവസ്ഥയും അതുപോലെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായത് അനേകർക്ക്. ഇന്ന് പലർക്കും ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന, ആരും അറിയാതിരുന്ന പലർക്കും വിലയും നിലയും ഉണ്ടായത് യേശു ക്രിസ്തു എന്ന ഒറ്റ വ്യക്തി മൂലമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത വല്ലതും ഉണ്ടോ? എൻ്റെ ജീവിതം പറയാം. ഞാൻ പോകുന്നിടത്തെല്ലാം പറയും, കന്യാകുമാരി ജില്ലയിലെ വൈകിണ്ഠം എസ്റ്റേറ്റിൻ്റെ ഒരു മൂലയ്ക്ക് ആരും അറിയാതെ ഒരു സ്ഥിരം തലവേദനയായിട്ട് ജീവിക്കേണ്ടിയിരുന്ന എന്നെ യേശുവിൻ്റെ സ്നേഹം തേടി വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തി എൻ്റെ ജീവിതത്തെ മാറ്റി അവനെ പോലെയാക്കി. കർത്താവ് തന്ന എല്ലാ സമയം എനിക്കുള്ളൂ. എൻ്റെ കുടുംബ പാരമ്പര്യം പറയാനില്ല, മറ്റൊന്നും പറയാനില്ല. യേശു എന്ന റെപ്യൂട്ടേഷനേ എനിക്കുള്ളൂ. നാം അത് ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചാൽ എന്ത് വന്നാലും, ഏത് പ്രതിസന്ധിയിലും, ഏത് അന്ധകാരത്തിന് വ്യാപാരത്തിലും നാം കർത്താവിനോടുകൂടെ ഉണർന്നിരിക്കും. ശിഷ്യൻ പറഞ്ഞ യേശുവിൻ്റെ ഇന്നർ സർക്കിളിലുള്ള അടുത്ത് പെരുമാറിയ കർത്താവിൻ്റെ കൂടെ ഉറ്റവരായി കൂടെ നടന്നവർ ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ടു. ആ ചോദ്യം നിങ്ങളും ചിന്തിക്കണം. നമുക്കൊക്കെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആള് ഉറക്കത്തിലോ അല്ലെങ്കിൽ അത്യാസന്ന നിലയിലായിരിക്കുമ്പോൾ, അതുപോലെ പ്രശ്നങ്ങളായിരിക്കുമ്പോൾ നാം ഉറങ്ങിപ്പോകത്തില്ല. ആ സമയം നാം ഉറങ്ങിപ്പോകില്ല. നാം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കവരവിടെ കുത്തിയിരുന്ന് ഉറങ്ങി. കണ്ണിന് ഭാരമേറുകയാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വെളിപ്പാടൊക്കെ പ്രാപിച്ചതാ. പക്ഷേ സന്ദർഭത്തിൽ തക്ക സമയത്ത് തല ഉയർത്താൻ പറ്റുന്നില്ല. കണ്ണും തലനേരെ നിൽക്കുന്നില്ല. കർത്താവിൻ്റെ ഹൃദയഭാരം പങ്കുവെക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, എന്ത് വന്നാലും ഞാൻ എന്ത് പ്രതികൂലം വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി നൂറ് നൽകും, നിന്നോട് മരിക്കാൻ ഞാൻ തയ്യാർ എന്ന് ഏറ്റുവാകട്ട് പറഞ്ഞവരാ. പക്ഷേ സമയം വന്നപ്പോൾ അവർ ഉറങ്ങി. പിന്നെ 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം കർത്താവ് പോയി തിരിച്ചു വന്നപ്പോൾ ഉറങ്ങുന്നു. അന്നേരത്തെ പറഞ്ഞ് 2-ാം പ്രാവശ്യം വന്നപ്പോഴും ഉറങ്ങി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് കർത്താവ് 3-ാം പ്രാവശ്യം വന്ന് പറഞ്ഞു, ഉറങ്ങി, ആശ്വസിച്ചു. മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ നമുക്കിന്ന് വല്ല ബന്ധമുണ്ടോ? കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം. ഇന്നലകൾ ഇവർക്കെല്ലാം ഈ ഉറങ്ങെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ നടന്ന കാര്യമാണ്. നമ്മുടെ ഇന്നലകളിൽ പലതും നടന്നിരിക്കാം. എന്നാൽ ഇന്നോ യേശുവിൻ്റെ ഹൃദയഭാരം പങ്കുവച്ച് കർത്താവിൻ്റെ ഹൃദയവേദന മനസ്സിലാക്കി പ്രാണവേദനയിലായി വിയർപ്പ് രക്തമായി തീർന്ന ആ ജീവന്മരണ പോരാട്ടത്തിൽ കർത്താവാവശ്യം ആയിരിക്കുമ്പോൾ സ്വന്തം ശിഷ്യന്മാർ, ഉറ്റ ശിഷ്യന്മാർ ഇരുന്നുറങ്ങുന്നു. എത്ര ധൈര്യം! കാരണം ഈ കർത്താവായേശുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ വരാൻ പോകുന്ന സംഭവങ്ങൾ കാണാനോ അവർക്ക് കഴിഞ്ഞില്ല. വെളിപ്പാടുണ്ടായിട്ട് എന്ത് കാര്യം? വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യം? ഇന്നലകൾ നടന്ന ശുശ്രൂഷകളിൽ അവൻ കർത്താവിനോട് കൂടെ നിന്ന് പലതും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ദൈവസ്നേഹം എല്ലാം അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ പാത്രമായി തീർന്നിട്ട് എന്ത് കാര്യം? നിർണായക സമയത്ത് ആ ശിഷ്യന്മാർ പരാജയപ്പെട്ടു. ഇതുപോലെയല്ലേ ഇന്ന് നടക്കുന്നത്? പിശാച് അവൻ്റെ സകലവിധ ആയുധങ്ങളും കൊണ്ട്, സകലവിധ തന്ത്രങ്ങളും കൊണ്ട് ദൈവസഭയെ മുടിക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ, ദൈവസഭയെ ഇല്ലാതാക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ഹൃദയഭാരം പങ്കുവച്ച് അവനോടുകൂടെ ഉണർന്നിരുന്ന് പോരാടുവാൻ നമുക്ക് കഴിയുന്നോ? ഇല്ല എങ്കിൽ കാര്യമായ തകരാറ് നമുക്ക് സംഭവിച്ചു. അപ്പോസ്തലന്മാർക്ക് സംഭവിച്ചതുപോലെ തന്നെയാണ് നമ്മുടെയും കാര്യം. നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഒരു നാഴിക നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ
നിനക്ക് കഴിഞ്ഞില്ലയോ? ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞില്ല. മറുപടി പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം അന്ധകാരം അവരെ അല്ലെങ്കിൽ ഉറക്കം അവരെ കീഴടക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. എന്നോടുകൂടെ ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ അതിന് 3 കാര്യങ്ങൾ പറഞ്ഞു. അത് ഒന്നുകൂടി ആവർത്തിക്കാം. ഉണർന്നിരിക്കുന്നതിന് മാത്രമേ ശത്രുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, അല്ലാത്തതിന് കഴിയില്ല. കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ഉണർന്നും ജാഗരിച്ചു വരുന്ന പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയഭാരം പങ്കുവച്ച് അവനോടുകൂടെ ആത്മാവിൽ ജാഗരിക്കുന്നതിന് മാത്രമേ അന്ധകാര ശക്തിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അവന് മാത്രമേ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുള്ളൂ. അവന് മാത്രമേ അന്ധകാരം എത്രമാത്രം വലുതാണ്, എത്ര ശക്തിയായിട്ടാണ് അന്ധകാരം വ്യാപിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഉറങ്ങിക്കിടക്കുന്നതൊന്നും കഴിയത്തില്ല. പ്രിയ ദൈവജനമേ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നലെകൾ പലതും ചെയ്തതാണ്. പക്ഷേ ഇന്ന് നാം എങ്ങനെ ഇരിക്കും? നാം പ്രാപിച്ച വെളിപ്പാട് ഇന്ന് നമുക്ക് പ്രയോജനപ്പെടും. നിർണായക ഘട്ടത്തിൽ, നിർണായക സാഹചര്യത്തിൽ അത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നിൽക്കുവാൻ കഴിയുന്നോ? തല ഉയർത്തി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ കർത്താവ് യേശു അവർ കൊണ്ടുപോയി ഈ ശിഷ്യന്മാർക്ക് പിന്നീട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ പിരിക്കളെ പോലെ, മറ്റ് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ യഹൂദന്മാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ വാതിലടച്ച് ഒളിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. അപ്പോൾ പിന്നെയും ദൈവത്തെ സ്നേഹിച്ച് തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പദ്ധതി അവരിൽ നിവർത്തിക്കത്തക്കോണം വീണ്ടും കർത്താവ് അവരെ ആദരിച്ച് അവർക്ക് പ്രത്യക്ഷനായി അവരെ വിശ്വസിപ്പിച്ച് അവരെ ഉറപ്പിച്ച് ശുശ്രൂഷയിൽ മുന്നോട്ട് നടത്തി. അങ്ങനെ അങ്ങ് വിട്ടുന്നെങ്കിലോ എന്നേക്കുമായി പോയേനെ. എമോസിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവന്നു. വിശ്വസിക്കാത്ത തോമസിനെ പിന്നീട് വിശ്വസിപ്പിച്ചു. പല കാര്യങ്ങളും കർത്താവ് ചെയ്തു. ഇതേ ദൈവസ്നേഹത്തിൽ, അവൻ്റെ സ്നേഹത്തിൽ അത് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അന്ധകാരം പിടിമുറുക്കിയിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ സാമൂഹ്യമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി, ആത്മീയമായി, ധാർമ്മികമായി ഇരുട്ടുന്ന ശക്തി അവൻ്റെ സർവബലത്തോടും കൂടെ പിടിമുറുക്കിയിരിക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ ഹൃദയഭാരം മനസ്സിലാക്കി അവനോടുകൂടെ ഉണർന്നിരിപ്പാൻ നമുക്ക് കഴിയുന്നു. ശിഷ്യന്മാർ, അവരെ കർത്താവാണ് ഉയർത്തത്, മേൽവിലാസം കൊടുത്തത് കർത്താവാണ്. പക്ഷേ വെളിപ്പാട് പ്രാപിച്ചവരാണ്, അത്ഭുതം പ്രവർത്തിച്ചവരാണ്. യേശുക്രിസ്തുവാണ് ദൈവം നിന്നോടുകൂടെ മരിക്കാൻ തരുന്ന പ്രതിഷ്ഠയെടുത്തവരാണ്. മാത്രമല്ല അവർ യേശുവിൻ്റെ നാമത്തെ അത്ഭുതം പ്രവർത്തിച്ചവരാണ്. കർത്താവ് ചെയ്ത സകലത്തിനും സാക്ഷികളാണ്. യേശുവിൻ്റെ സ്നേഹവും കരുണയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അനുഭവിച്ചവരാണ്. പക്ഷേ നിർണായക സമയത്ത് അവർ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ഹൃദയഭാരം മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു അനുഭവിച്ച വേദന മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു നേരിട്ട പോരാട്ടം തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ ഉറങ്ങി. നാമും ഇങ്ങനെയാണോ? കർത്താവ് നമ്മോട് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ? 1 മണിക്കൂറെങ്കിലും എൻ്റെ വേദന പങ്കുവെക്കാൻ, എന്നോട് ഉണർന്നിരിപ്പാൻ, എന്നോട് പ്രാർത്ഥനയിൽ പരടുവാൻ, അന്ധകാര ശക്തിക്ക് എതിർത്ത് നിൽപ്പാൻ നിനക്ക് കഴിഞ്ഞോ എന്ന് കർത്താവ് ചോദിച്ചാൽ നാം എന്ത് മറുപടി പറയും? നമ്മെ തന്നെ കണ്ടുപിടിപ്പാൻ, നമ്മെ തന്നെ അറിയുവാൻ ഇത് കാരണമാകട്ടെ. നമ്മുടെ കണ്ണുകൾ ഈ ബന്ധത്തിൽ ഒന്ന് തുറന്നെങ്കിൽ, ഒന്ന് അവസ്ഥ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ വലിയ മാറ്റം നമ്മുടെ മധ്യേ ഉണ്ടായതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
നല്ല സമയത്തിനായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. നാഥ, ഒരു നാഴിക നേരം എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് നാഥൻ ചോദിച്ച ആ പ്രത്യേക സന്ദർഭം, നാഥ യേശു അങ്ങയുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തത്തിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടത് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങ് അവർക്ക് വേണ്ടി വലിയവ ചെയ്തു. എന്നാൽ ആ നിർണായക സമയത്ത് അവർ പരാജയപ്പെട്ടല്ലോ. ഇതുപോലെ ഞങ്ങൾക്കും സംഭവിക്കുന്നുണ്ട് കർത്താവേ. നാഥാ ക്ഷമിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ. ഈ പ്രത്യേക കാലഘട്ടത്തിൽ അന്ധകാരത്തെ ശക്തി പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണർന്ന് ജാഗരിപ്പാൻ ഇളയവരെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പോരാടുവാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.